നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഗുജറാത്തി സ്ട്രീറ്റിലേക്കാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഗുജറാത്തി സ്ട്രീറ്റ്. ആ സ്ഥലം ഏതാണെന്നറിയോ? വിയറ്റ്നാം കോളനിയാണ്. വിയറ്റ്നാം കോളനി. എന്ത്? വിയറ്റ്നാം കോളനിന്ന്. വിയറ്റ്നാം കോളനിയാ? ഈശോയെ, വിയറ്റ്നാം കോളനിന്ന് കേട്ടിട്ടില്ലേ? പറവൂർ റാവുത്തർന്ന് കേട്ടിട്ടുണ്ടാ? ഇരുമ്പു ചോർന്ന് കേട്ടിട്ടുണ്ടാ? കണ്ണസ്രാങ്കെന്ന് കേട്ടിട്ടുണ്ടാ? വട്ടപ്പള്ളിന്ന് മല്ലയ്യാന്ന് കുഞ്ഞാപ്പിന്നും കേട്ടിട്ടുണ്ടാ? 8ഉം 10ഉം കൊലപാതകങ്ങൾ ചെയ്തിട്ട് ഇനി ആരാ കൊല്ലേണ്ടെന്ന് ചോദിച്ചു നടക്കുന്ന പിശാചുക്കളാ അവര്. കിഴക്കിന്റെ വെനീസിന്റെ ഭംഗി ആസ്വദിക്കാൻ സ്വദേശീയരും വിദേശീയരുമായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കടലും നെൽവയലുകളും പ്രകൃതി ഭംഗിയുമൊക്കെ ആസ്വദിക്കുമ്പോൾ ആലപ്പുഴയിലെ ചരിത്ര പ്രാധാന്യമുള്ള ചില സ്ഥലങ്ങൾക്കെങ്കിലും നാം അർഹിക്കുന്ന പരിഗണന കൊടുക്കാറില്ല. അത്തരമൊരു സ്ഥലമാണ് ആലപ്പുഴയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗുജറാത്തി സ്ട്രീറ്റ്. ആയിരത്തി 1860 മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളുടെ ഭാഗമായ സൗരാഷ്ട്ര പ്രദേശത്ത് നിന്ന് കച്ചവട സമൂഹമായ കച്ച്, പാഴ്സി, ജൈന, വൈഷ്ണവി, മേമൻസ് എന്നീ വിഭാഗങ്ങളെ ആലപ്പുഴയിലെത്തിച്ചു. വൻ വ്യവസായ കുതിപ്പാണ് ഇവർ നടത്തിയത്. ഇവിടെ എത്തിയവരിൽ പലരും ജൈന വിശ്വാസികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജൈന ക്ഷേത്രവും ഇവിടെ പണി കഴിപ്പിച്ചു. പൂർണ്ണമായി മാർബിളിൽ മാത്രം നിർമ്മിച്ച ഒരു ജൈന ക്ഷേത്രമാണ് ആലപ്പുഴയിലേത്. വലിയ രീതിയിലുള്ള വ്യവസായങ്ങളുടെ കേന്ദ്രമാകാൻ ആലപ്പുഴയ്ക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിയ രാജാ കേശവദാസ് തുറമുഖത്ത് നിന്നും ജലപാതകൾ നിർമ്മിച്ചു. ഇന്ന് ആലപ്പുഴയിൽ കാണുന്ന കൊമേഴ്സ്യൽ കനാലുകൾ അദ്ദേഹം നിർമ്മിച്ചതാണ്. അങ്ങനെയാണ് ആലപ്പുഴയുടെ വാണിജ്യ ചരിത്രത്തിലെ ഭാഗമാകുവാൻ കച്ചവടങ്ങൾ ചെയ്യാനായി 42 ഗുജറാത്തി കുടുംബങ്ങളെ ഇവിടേക്ക് ക്ഷണിക്കുന്നത്. ഗുജറാത്തികൾക്ക് താമസിക്കാനായി ആലപ്പുഴയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥലം നൽകി. അവിടെയാണ് ഇന്ന് കാണുന്ന ഹവേലികളും പാണ്ഡികശാലകളും നിലകൊള്ളുന്നത്. കനാലുകൾക്ക് ഇരുവശവുമായി നിരവധി വാണിജ്യ സ്ഥാപനങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു പ്രത്യേക ഗന്ധം തന്നെ ഈ തെരുവിൽ ഒരു കാലത്ത് നിറഞ്ഞിരുന്നു. ദൂരെയായി അടഞ്ഞ ഗേറ്റിന് പുറകിൽ വലിയൊരു കെട്ടിടം കണ്ടു. ഗുജറാത്തികളുടെ സ്കൂളായ ഹിത്വർദ്ധക് വിദ്യാശാലയ്ക്ക് ഏതാണ്ട് 150-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇന്നിത് അടച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. രാംജിറാവ് സ്പീക്കിംഗ്, വിയറ്റ്നാം കോളനി എന്നീ സിനിമകളിലെല്ലാം ഈ സ്കൂൾ കടന്നു വരുന്നുണ്ട്. ഈ തെരുവിനെ ഓർമ്മത്തെരുവ് എന്ന പേരിൽ സംരക്ഷിക്കാൻ സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതെ, ഈ പള്ളിയിൽ ഒരു മൂസ സേട്ട് വരാറുണ്ടോ? ആ ദേ വരണ കോട്ടുമുക്കറി. ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കേട്ട് റാവുത്തറിൻ്റെയും ഫ്രാങ്കിൻ്റെയും തട്ടകം കാണാനായി തിരിച്ചു. വലിയ ബഹളവും പ്രശ്നമൊന്നുമില്ലാത്ത പ്രശാന്ത സുന്ദരമായ സ്ഥലം. എടോ ജോസഫേ, താനല്ലേ പറഞ്ഞത് ഇവിടെ വലിയ ബഹളവും പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണെന്ന്? ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ, നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം. അതൊക്കെ ഇവിടെ റാവുത്തർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവൻ അകത്തായതുകൊണ്ടാ. അവനൊന്ന് പുറത്തിറങ്ങട്ടെ, അപ്പൊ തുടങ്ങില്ലേ വെട്ടും കുത്തും ബഹളമൊക്കെ. ജയിലിൽ വിട്ടേ, റാവുത്തറെ ജയിലിൽ വിട്ടേ, ജയിലിൽ വിട്ട്, റാവുത്തറെ ജയിലിൽ വിട്ട്. ഞാൻ കണ്ടതാണ്, ജയിലിൽ നിന്ന് റാവുത്തർ വരണ്ട്.
മലയാള സിനിമയിൽ ഒരു വില്ലന് മാസ് എൻട്രി നൽകിയ ഒരു സ്ഥലമായിരുന്നു ഈ പഴയ കെട്ടിടം. വാതിലുകൾ തള്ളിത്തുറന്ന് റാവത്തറിന്റെ ഒരു വരവ് വിയറ്റ്നാം കോളനിയിലെ ഒരു പ്രധാന രംഗമായിരുന്നു. പൂർണ്ണമായും ഇവിടെയല്ല വിയറ്റ്നാം കോളനിയുടെ ഷൂട്ടിംഗ് നടന്നത്. സ്വാമിയൊക്കെ താമസിച്ചിരുന്ന വീട് ഇന്ന് മിലിറ്ററി ക്യാൻറ്റീനാണ്. അവിടേക്ക് ഇന്ന് മറ്റാർക്കും പ്രവേശനമില്ല. മറ്റു ചിലവയൊക്കെ ഇവിടെ അടുത്ത സ്ഥലത്ത് തന്നെ അവർ സെറ്റിടുകയായിരുന്നു. എങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ പുറത്തിറങ്ങാൻ ഈ ഒരു വാതിലേ ഉള്ളതെന്ന് സംശയിച്ചു പോകും. ശരിക്കും വിയറ്റ്നാം കോളനിയിൽ അകപ്പെട്ടതുപോലെ, അതിലെ ഓരോ രംഗങ്ങളും മാറി മറിഞ്ഞു വരുന്നതുപോലെ. ഗുജറാത്തി സ്ട്രീറ്റിൻ്റെ ഭാഗമായ പൊളിഞ്ഞു വീടാറായ ഈ കെട്ടിടത്തിൽ ഇപ്പോഴും മൂസസേട്ടുമാർ താമസിക്കുന്നുണ്ട്. സ്വാമിയും ഒരു കമ്പനിയും പോലീസും ഒന്നും വിചാരിച്ചിട്ട് പൊളിക്കാൻ പറ്റാത്ത ഈ കെട്ടിടം മുനിസിപ്പാലിറ്റിയും പൊളിച്ചു പണിയാൻ ശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്തിരുന്ന അന്ന് തന്നെയാണ് ഈ കോളനിയിലെ പട്ടാളം മാധവിയമ്മ എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയ KPS ലളിത എന്ന കലാകാരി നമ്മെ വിട്ടുപോകുന്നത്. ഇവിടെ ഈ മാധവിയമ്മയുടെ വീട് ആരായത്? എന്നെ പറ്റി പോയി അയാളോട് ചോദിക്കുന്നേ. ഈ പട്ടാളം മാധവിയമ്മയുടെ വീട്. പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ? വിയറ്റ്നാം കോളനിയിൽ ഇനി അവരുണ്ടാവില്ല. എങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ അവർ എന്നും നിലനിൽക്കും. ലളിതാമ്മയ്ക്ക് ഞങ്ങളുടെ സ്മരണാഞ്ജലി.